യുഗങ്ങൾ തോറും ധർമ്മത്തെ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടവനാണ് ഞാൻ എന്ന് ലോകത്തോട് ഉറക്കെ പറഞ്ഞ ആ പുഞ്ചിരിക്കുന്ന മുഖത്തിനു പിന്നിൽ ഈ ലോകം കണ്ട ഏറ്റവും വലിയ ദുഃഖത്തിന്റെ മഹാസാഗരം ഒളിപ്പിച്ചു വെച്ച ഒരു സാരഥി ഉണ്ടായിരുന്നു. സാക്ഷാൽ ശ്രീകൃഷ്ണൻ. ഓരോ കുഞ്ഞും മാതൃസ്നേഹത്തിന്റെ ചൂടിൽ കൺ തുറക്കുമ്പോൾ അദ്ദേഹം ജനിച്ചത് ഇരുട്ടു മാത്രം നിറഞ്ഞ ഒരു തടവറയിൽ. പിറന്ന വീണ ഉടൻ മാതാവിനെ ഒരു നോക്ക് പോലും പൂർണ്ണമായി കാണാൻ വിധി അനുവദിക്കാതെ തണുത്തുറഞ്ഞ യമുനയിലൂടെ മറ്റൊരു മാതാവിന്റെ കൈകളിലേക്ക് ഒഴുകിപ്പോയി. മാതാപിതാക്കളുടെ വാത്സല്യം എന്തെന്നറിയാതെ ഗോകുലത്തിലെ സ്നേഹം മുഴുവൻ നെഞ്ചേറ്റു വാങ്ങി വളരുമ്പോഴും ആ ഉള്ളിൽ ഒരു നോവുണ്ടായിരുന്നു. ബാല്യത്തിന്റെ നിഷ്കളങ്കമായ മധുരം. ആർക്കും പിടികൊടുക്കാത്ത ഭൗതികമായ ഒന്നിനോടും ആഗ്രഹമില്ലാത്ത കൃഷ്ണൻ രാധയുടെ കണ്ണുകളിൽ സ്വന്തം ആത്മാവിനെ കണ്ടു. ഓരോ പുല്ലാങ്കുഴൽ നാദവും അവരുടെ പ്രണയത്തെ ആകാശത്തോളം ഉയർത്തി. അവർ ഒന്നിച്ചേ മതിയാകൂ എന്ന് പ്രകൃതി പോലും ആഗ്രഹിച്ചിരിക്കണം. പക്ഷേ വിധിക്ക് മറ്റൊരു അധ്യായം എഴുതാനുണ്ടായിരുന്നു. ലോകത്തിന്റെ ഭാരം പേറാൻ വന്നവന് ഒരു ഹൃദയം സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. രാധയെ പിരിഞ്ഞ് മധുരയിലേക്ക് യാത്രയാകുമ്പോൾ ആ യാത്ര ഒരു യുവരാജാവിന്റേതായിരുന്നില്ല. സ്വന്തം പ്രണയം ത്യാഗം ചെയ്ത ഒരു പ്രണേതാവിന്റേതായിരുന്നു. അവരുടെ വേർപാട് കൃഷ്ണന്റെ ആദ്യത്തെ ഏറ്റവും വലിയ ത്യാഗം. അദ്ദേഹം ഒരായുധവും എടുത്തിരുന്നില്ല. പക്ഷേ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഓരോ ശംഖനാദവും അദ്ദേഹത്തിന്റെ ഹൃദയമാണ് പിളർന്നത്. എതിർവശത്ത് നിൽക്കുന്നത് ഗുരുക്കന്മാരും സഹോദരങ്ങളും പ്രിയപ്പെട്ടവരും. യുദ്ധം ചെയ്യാൻ മനസ്സില്ലാതെ നിന്ന അർജുനനോട് ഗീത ഉപദേശിക്കുമ്പോൾ ധർമ്മം നിലനിർത്താൻ പ്രിയപ്പെട്ടവരെ വധിക്കാൻ പറയേണ്ടി വരുന്നതിന്റെ വേദന ആർക്കറിയാം? പറഞ്ഞു കേൾക്കുന്നത് സത്യമാണെങ്കിൽ യുദ്ധക്കളത്തിൽ ഒരു യോദ്ധാവ് നിലം പതിക്കുമ്പോൾ ആ ശരീരം ഏറ്റെടുത്ത പരിക്കുകൾ എല്ലാം കൃഷ്ണന്റെ ഉള്ളിലാണ് മുറിവായി മാറിയത്. ഭീഷ്മർ ശരശയ്യയിൽ കിടന്നപ്പോൾ, കർണന്റെ രഥം മണ്ണിൽ പൂണ്ടപ്പോൾ, അഭിമന്യു ചതിയിൽ വധിക്കപ്പെട്ടപ്പോൾ ഓരോ മരണത്തിന്റെയും പാപം, ഓരോ വിലാപത്തിന്റെയും കണ്ണീർ ഈ ലോകത്തിന്റെ മുഴുവൻ ഭാരമായി അദ്ദേഹം തന്റെ ചുമലിലേറ്റി. തന്റെ ജനതയുടെ രക്ഷയ്ക്കായി നീതിയുടെ പുരുഷനായി മാറേണ്ടി വന്നതിന്റെ തീവ്രമായ ദുരിതം ദുര്യോധനന്റെ തുട തകർത്തപ്പോൾ കൃഷ്ണനും വേദനിച്ചു. അശ്വത്ഥാമാവിന് ശിരസിലെ മണി നഷ്ടപ്പെടുത്തിയ ശാപം തന്റെ തലയിലേറ്റു. എന്നിട്ടും എല്ലാം ശാന്തമായപ്പോൾ അദ്ദേഹം വിജയിയായില്ല. യുദ്ധക്കളത്തിലെ നഷ്ടത്തിൽ തളർന്ന ഗാന്ധാരി ആ വേദനയുടെ മുഴുവൻ അഗ്നിയും ആ പുഞ്ചിരിക്കുന്ന മുഖത്തേക്ക് എയ്തു. എല്ലാം കണ്ടിട്ടും തടയാതിരുന്ന കൃഷ്ണ, എന്റെ 100 മക്കൾ മരിച്ചതുപോലെ നീയും നിന്റെ വംശത്തിന്റെ നാശം കാണും. ശാപം കേട്ട് അദ്ദേഹം ചിരിച്ചു. ആ ചിരിയിൽ പരിഹാസമായിരുന്നില്ല, അതൊരു സ്വയം ബലിയായിരുന്നു. ലോകത്തിനു വേണ്ടി ഒരുപാട് പേരുടെ പാപം ഏറ്റുവാങ്ങിയ തനിക്ക് തന്റെ സ്വന്തം വംശം നൽകിയ ശിക്ഷ അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിച്ചു. ഒടുവിൽ യാദവകുലം പരസ്പരം പോരടിച്ചില്ലാതായി. താൻ രക്ഷിക്കാൻ ശ്രമിച്ചവർ തന്റെ കണ്ണുകൾക്ക് മുൻപിൽ മണ്ണടിഞ്ഞു. ലോകത്തിന്റെ നാഥൻ ഒരു കാട്ടിൽ ഒറ്റപ്പെട്ടു. സ്വന്തം കൈകളാൽ ലോകത്തിന് നന്മ ചെയ്തവൻ ഒരു വേടന്റെ അമ്പേറ്റ് മരച്ചുവെട്ടിൽ കിടന്ന് ഈ ലോകത്തോട് വിട ചൊല്ലി. കാരാഗ്രഹത്തിൽ പിറന്ന് പ്രണയം ത്യജിച്ച് സ്വന്തം ജനതയുടെ നാശം കണ്ട് ഒടുവിൽ ഒരു അനാഥനെ പോലെ മരണം വരിച്ച ആ മഹാത്മാവ് ശ്രീകൃഷ്ണൻ. ഈ ലോകത്ത് ധർമ്മം നിലനിർത്താൻ ഇത്രയധികം കണ്ണീരും ത്യാഗവും വേദനയും സഹിച്ച മറ്റൊരു വ്യക്തിയില്ല. അദ്ദേഹം എപ്പോഴും പുഞ്ചിരിച്ചു. കാരണം ആ വേദനകളൊന്നും പുറത്തു വരാൻ ആ പുഞ്ചിരി അനുവദിച്ചിരുന്നില്ല. രാധേ കൃഷ്ണ, രാധേ കൃഷ്ണ.